ഹായ് ഓൾ, വെൽക്കം ടു ജയ്ലൻഡ് കോപ്പറേറ്റീവ്. ഞാൻ പ്രഗീഷ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന CSEB നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ഈ പ്രാവശ്യത്തെ CSEB നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള CSEB നോട്ടിഫിക്കേഷൻ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളടക്കമുള്ള ഓരോ ഉദ്യോഗാർത്ഥികളും ഒരുപാട് തവണയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾക്കെങ്കിലും ഒരു എന്താ പറയുക, ഒരു പരിഹാരം എന്ന നിലയിലാണ് പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, എക്സാമിൻ്റെ പാറ്റേൺ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്ര കാലം നമ്മുടെ ഒരു വലിയ വെല്ലുവിളി, അതായത് CSEB എക്സാം എഴുതുന്നവരൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ 160 ചോദ്യങ്ങൾ, അര മാർക്ക് വീതമുള്ള 160 ചോദ്യങ്ങൾ എന്നുള്ളത്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഏകദേശം 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങൾ, അങ്ങനെ 100 മാർക്ക് എന്ന നിലയിലേക്ക് എന്ത് മാറിയിട്ടുണ്ട്, CSEB എക്സാമിനേഷൻ മാറിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. നമുക്കറിയാം, CSEB എക്സാമിനേഷൻ ഒരു 10 വർഷം മുമ്പ് എഴുതിയ, ഈവൻ 10 വർഷം വേണ്ട, ഒരു 5 വർഷം മുമ്പ് CSEB എക്സാം എഴുതിയ ആ രീതിയിലല്ല ഇപ്പോൾ CSEB എക്സാമിനേഷൻ നടക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വളരെയധികം വലിയ മാറ്റങ്ങളാണ് CSEB എക്സാമിനേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ 100 മാർക്കിലേക്ക് മാറുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ CSEB എക്സാമിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് എല്ലാവർക്കും പഠിക്കാനുള്ളൊരു ആവേശവും ആഗ്രഹവും ഒക്കെ കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആവേശവും ആഗ്രഹവും കൂടാൻ എന്തുകൊണ്ടും പറ്റിയൊരു അവസരമാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏകദേശം 1 മാസത്തോളം അപ്ലൈ ചെയ്യണം. ഏപ്രിൽ 30-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴും പലരും ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ ഒന്നും പൂർത്തിയാക്കാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ CSEBയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്ലൈ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണ സംഘങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം, GST കൂടി അത് വരുന്നുണ്ട്. 18% GST കൂടി വരുന്ന ഒരു അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. ആദ്യത്തെ അതിന് 150 രൂപയും, പിന്നെ നിങ്ങൾ അയക്കുന്ന ഓരോ സഹകരണ സംഘത്തിന് 50 രൂപ വീതമുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഈ 1-2 സഹകരണ സംഘങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങൾ ചെലവാക്കുന്ന കുറച്ച് പൈസ, ആ പണത്തിൻ്റെ ആ വാല്യൂ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ എക്സാമിനേഷനെ കണക്കാക്കരുത് ഒരിക്കലും. അത് ഏറ്റവും, ഇപ്പോൾ നിങ്ങൾ നോക്കും, ഇപ്പോൾ പലരും ഞാൻ കാണാം, ഈ ഒരു എക്സാമിനേഷൻ്റെ അടുത്തെത്തുമ്പോൾ ലാസ്റ്റ് ഡേയിൽ വന്നിട്ട് ഫീസില്ല, അതുകൊണ്ട് കുറച്ച് സഹകരണ സംഘങ്ങളിലേക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കുന്നുള്ളൂ എന്ന രീതിയിൽ പറയാറുണ്ട്. നിങ്ങൾ പലപ്പോഴും അതേ ആൾക്കാർ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതേ ആൾക്കാരാണ് ചിലപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ചയോ അതിന് തൊട്ട് മുമ്പത്തെ ദിവസവും പോയിട്ട് ഒരു ഹോട്ടലിലോ ഒരു റെസ്റ്റോറൻറ്റിലോ കയറി, അല്ലെങ്കിൽ ഒരു ടൂർ പോയിട്ട് ഒരു 5000 രൂപ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 1000 രൂപ ചിലവാക്കാനോ മടിയില്ലാത്ത, ഒരൊറ്റ നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ 2000-5000 രൂപയ്ക്ക് ബില്ല് കൊടുക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നവർ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ടൊരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു എമൗണ്ട് നോക്കരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് അയക്കണം. അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക കൂടിയാണ്. അങ്ങനെ വെറും ഒരുപാട് അപ്ലിക്കേഷൻ ചെയ്ത് മാത്രം കാര്യമില്ല, നിങ്ങളുടെ തയ്യാറെടുപ്പുകളും കൃത്യമായിട്ട് തന്നെ നടത്തണം. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നുള്ള ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ പ്രശ്നം ഇവിടെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുകയാണ്. അര മാർക്ക് മാറിയിട്ട് അവിടെ 1 മാർക്ക് വരികയാണ്. അപ്പോൾ ഇനി ആ പ്രശ്നം എന്ത് ചെയ്യരുത്, നമ്മുടെ എക്സാമിനേഷൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകരുത്. ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് വിവിധ പോസ്റ്റുകളിലേക്ക് നല്ല രീതിയിലുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ചില കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഒഴിവാക്കപ്പെട്ട കുറച്ച് ജില്ലകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ കുറച്ച് സഹകരണ സംഘങ്ങൾ മാത്രമുള്ള ജില്ലകളിലൊക്കെ ഇപ്രാവശ്യം കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലക്കാർക്ക് കൂടുതൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ചില ജില്ലക്കാർ വളരെയധികം പരാതി ഉന്നയിച്ചിരുന്നു, ഞങ്ങളുടെ ജില്ലയിലെ സഹകരണ സംഘങ്ങളിൽ വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് സഹകരണ സംഘങ്ങളിലേക്കുള്ള പരീക്ഷകളെ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കുറവുകളൊക്കെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കപ്പെട്ട ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷനിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തസ്തികകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സോ ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അതിന് നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് CSEB എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി എഴുതുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അതല്ലാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് വൺ ടൈം CSEB.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.
അപ്പോൾ ഈ പാറ്റേൺ ഒക്കെ മാറി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഒക്കെ മാറി വരുന്ന ഒരു എക്സാമിനേഷനെ നമ്മളും എന്ത് ചെയ്യണം, മാറി തയ്യാറെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്താ മാറി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ, കാരണം പാറ്റേൺ മാറും, സിലബസ് അപ്ഡേഷൻസ് വരും. ആ അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ എക്സാമിനേഷനും വ്യത്യസ്തമാണ്. ഓരോ എക്സാമിനേഷനും നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ എക്സാമിനേഷൻ തയ്യാറെടുക്കാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും ആവശ്യമായി വരികയാണെങ്കിൽ ആ ഗൈഡൻസിന് എപ്പോഴും നിങ്ങളോടൊപ്പം ജയിലൻ കോപ്പറേറ്റീവ് ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ മെന്റർഷിപ്പ് ക്ലാസ്സുകളും സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസുമായിട്ട് നിങ്ങളോടൊപ്പം ഒരു വലിയ പാക്കേജ് തന്നെ ജയിലൻ കോപ്പറേറ്റീവ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു എക്സാമിനേഷൻ്റെ തീർച്ചയായിട്ടും ഒരു വഴികാട്ടി ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 9778285055 എന്നുള്ള നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിനെ കുറിച്ചും നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയും എനിക്ക് പറയാനുള്ള കാര്യം, പലപ്പോഴും നമുക്കറിയാം അനാവശ്യമായ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചധികം ചിലവാക്കുമ്പോൾ നമ്മുടെ ഭാവി, നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇനി എത്രത്തോളം ചിലവാക്കണം, എത്രത്തോളം ചിലവാക്കാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ജോലിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് കുറച്ച് പണം പലപ്പോഴും എന്താണ് ഈ ഫീസിന്റെ പ്രശ്നം പറഞ്ഞ, അല്ലെങ്കിൽ ഫീസ് നമുക്ക് ഇപ്പോൾ നൽകാനില്ല എന്ന് പ്രശ്നം പറഞ്ഞ് പലരും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതികളും ഓരോരുത്തരുടെയും അവസ്ഥകളും സാമ്പത്തിക പ്രശ്നങ്ങളും വ്യത്യാസം. പക്ഷേ പലപ്പോഴും മറ്റ് കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്ന, അതിന്റെ എന്താ പറയുക, വളരെ 10-1 അല്ലെങ്കിൽ 100-1 ചെലവ് വരുന്ന ഒരു കോഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ എടുക്കാൻ തയ്യാറായാൽ എന്താണ്, നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ആ സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ എത്രയോ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്, ഇതൊരു ആവശ്യത്തിനാണെന്ന് ബോധ്യത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുക, കോഴ്സിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ആവശ്യത്തിനാണെന്നുള്ള ബോധ്യത്തോടു കൂടി അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനേഷന് പെർഫോം ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതാ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളൊപ്പം ജയിലൻ കോപ്പറേറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും മറ്റു കാര്യങ്ങളും കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറേക്ക് വിളിക്കുക. ഒട്ടും വൈകണ്ട. പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ എക്സാം, പുതിയ പാറ്റേൺ. നമ്മൾ പഴയവരെന്നായിട്ട് അവിടെ ഇരിക്കരുത്. പുതിയ നമ്മളായി പുതിയ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക, പെർഫോം ചെയ്യുക, വിജയിക്കുക, ജോലി നേടുക, സന്തോഷത്തോടെ ജീവിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.